ശാസ്ത്രത്തിൽ സൈക്കോളജിയിലെ ബേസിക് തിയറിയാണ് നോ എന്ന് പറയുന്ന പിതാവാണ് ഏറ്റവും നല്ല പിതാവെന്നാണ് സൈക്കോളജിയിലെ ഏറ്റവും നമ്പർ 1 തിയറി. മക്കളെ വളർത്തുന്ന ശാസ്ത്രത്തിൽ സൈക്കോളജിയിലെ ബേസിക് തിയറിയാണ് പിതാവും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ നോ എന്ന് പറയാൻ കഴിയുന്ന പിതാവാണ് ഏറ്റവും നല്ല പിതാവ്. അപ്പോൾ പിതാക്കളുടെ കാലം കഴിഞ്ഞു. ഏകദേശം 40 കൊല്ലം മുമ്പ് വരെയായിരുന്നു പിതാക്കൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നോ എന്ന് പറയാൻ കഴിയാത്ത പിതാക്കളാണ്. അതുകൊണ്ട് ഒന്നും നടക്കൂല. ഇറച്ചിക്കോഴി പോലത്തെ കുറച്ച് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഒന്നും ഒക്കെ ഇറച്ചിക്കോഴികളാണ്. ഒന്നും നടക്കൂല. ഇവർക്കൊരു പ്രതിസന്ധിയെ, ഇന്നത്തെ പുതിയ കുട്ടികൾക്ക് ഒരു പ്രതിസന്ധിയെ നേരിടാൻ കഴിയൂല. എന്തുകൊണ്ട്? അവരെ ബാപ്പാക്ക് നോ എന്ന് പറയാൻ അറിയില്ല. പുതിയ ബാപ്പാക്ക് സൈക്കോളജിയിലെ ബേസിക് തിയറി എന്താ? 10 കാര്യം മക്കൾ ആവശ്യപ്പെടുമ്പോൾ 9നും പിതാവ് നോ എന്ന് പറയണം. 1ന് യെസ് എന്ന് പറയണമെങ്കിൽ പെട്ടെന്ന് പറയരുത്. നോ എന്ന് പറയുമെന്ന് മക്കൾ വിചാരിച്ച് അവസാനം മെലിഞ്ഞ ഒരു യെസ് പറയണം. നല്ല പിതാവ്. ഇപ്പോൾ നീന്തൽ പഠിക്കണമെന്നുള്ളവർ തന്നെ സ്വിമ്മിംഗ് പൂളിലാണ് നീന്തിക്കുന്നത്. അതിന്റെ 4 കരയിലും 4 ആളുണ്ടോ, ആരെങ്കിലും വെള്ളം കുടിക്കുന്നുണ്ടോ നോക്കിയിട്ട്. പിന്നെ ബാപ്പയും എല്ലാവരും ഇങ്ങനെ കണ്ണും വീഴ്ചിട്ടുണ്ടോ. അതിനിടയിൽ കുട്ടികൾ നീന്തുമ്പോൾ അവർക്ക് നീന്തം പഠിക്കാൻ കഴിയൂല. അവർ ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടക്കൂല. ഇംഗ്ലീഷ് ചാനൽ പോയിട്ട് കരിമ്പുഴ പോലും നീന്തൂല അവര്. എന്റെ വാപ്പ അങ്ങനെ ആയിരുന്നില്ല. ഇവരൊക്കെ വാപ്പ അങ്ങനെ ആയിരുന്നില്ല. എന്റെ വാപ്പ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കരയുന്നത് ഒറ്റ ഏറെറിയും കയത്തിലേക്ക്. അത്തിക്കുണ്ട് എന്നൊരു കുണ്ടുണ്ടായിരുന്നു ഞങ്ങളെ പുന്നപ്പുഴയില്. ഒറ്റ ഏറും. എന്നിട്ട് വാപ്പ തിരിഞ്ഞു നിന്നിട്ട് പശുവിനെ കഴുകും. പശുവിനെ കഴുകുന്ന ആ വെള്ളത്തിന്റെ ശബ്ദം കൊണ്ട് നമ്മൾ വെള്ളം കുടിച്ച് മരിച്ചാലും ബാപ്പ അറിയൂലാന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ എൻ്റെ ഇടയിൽ നീന്തം പഠിച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കും അധികപ്പറ്റായ മകനായി പോയല്ലോ ഞാൻ. അങ്ങനെ വിചാരിച്ച കാലം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു അധികപ്പറ്റായ മകനായി പോയല്ലോ പഠിച്ചോ. ഇപ്പോൾ മനസ്സിലാവുന്നു എൻ്റെ വാപ്പ എന്നെ ബിൽഡ് ചെയ്യുന്നു. ഇന്ന് ഈ ഭൂമി മുഴുവനും നമ്മളെ കയ്യിൽ വെച്ചാൽ നമുക്ക് പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. ഈ ലോകം മുഴുവൻ എതിർത്താലും നമ്മൾ എണീറ്റ് എങ്ങനെ തന്നെ ഇരിക്കും. എന്തുകൊണ്ട്? പ്രതിസന്ധികളെ അതിജീവിക്കാൻ വാപ്പ കരുതൽ. നോ തന്നെ പറയുള്ളൂ. എന്തല്ലോ സ്കൂൾ ഫീസ് അടക്കണം, നോ ഇല്ല. എന്നിട്ട് ടീച്ചർ ചീത്ത മുഴുവൻ കേൾക്കും. 2 ആഴ്ച ഞാൻ ഫൈന് വേണ്ടി വരും. ആയിക്കോട്ടെ, ഫൈനോട് കൂടി അടക്കണം. ഇപ്പോൾ ഫീസ് അടക്കമില്ലാത്ത ബാപ്പ നമ്മളെ കൊണ്ട് ഫൈന് കൊണ്ട് അടപ്പിക്കും. പരീക്ഷക്ക് മുമ്പ് ഫീസ് അടക്കും, ഫൈനോട് കൂടി തന്നെ അടക്കും. പക്ഷേ ഉള്ള ചീത്ത മുഴുവനും കേൾക്കും. ഇല്ല, മാനക്കേട് ഒക്കെ കേൾക്കും. എന്തുകൊണ്ട്? മാനക്കേട് കേൾക്കാനും പഠിപ്പിക്കണം. അതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. മറിച്ച് ആദ്യം തന്നെ ഫീസ് കൊണ്ടുപോയി കൊടുത്തു. ഒരു കാലത്ത് അന്ന് ബാപ്പാക്ക് കഴിയും, എന്നാലും ഫീസ് തരില്ല. അതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ ആയ കുട്ടി എവിടെയെങ്കിലും ഒരു ഫീസ് കൊടുക്കാനോ ഒരു കാര്യം ഉദ്ദേശിച്ച് നടത്താനോ കഴിഞ്ഞില്ലെങ്കിൽ ആ കുട്ടി കയറെടുത്ത് തൂങ്ങി മരിക്കും. എന്റെ കൂടെ പഠിച്ചിരുന്ന, കൃത്യമായി ഫീസ് കൊടുത്തിരുന്ന, ഏറ്റവും മനോഹരമായ വസ്ത്രമിട്ട് വന്നിരുന്ന, ഏറ്റവും നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാളും ഒരു സ്ഥാനത്തെത്തിയില്ല. നല്ല അവരൊക്കെ കുപ്പായം മാറ്റി ആ ടയർലിംഗ് കുപ്പായം ഒക്കെ ഇട്ട് അതൊക്കെ ഇസ്തിരി ചെയ്ത് കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വരുന്ന ഒരു സമയം എനിക്കോർമ്മയുണ്ട്. എന്റെ കൂടെ പഠിച്ചിരുന്ന ആളുകൾ, കുട്ടികൾ ചുളിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ നടന്നിരുന്ന ആളുകളെ എനിക്കോർമ്മയുണ്ട്. ഒന്നും അവർക്കിപ്പോ അങ്ങനത്തെ ടയർലിംഗ് കുപ്പായമില്ല, അങ്ങനത്തെ ഒരു ജീവിത സന്തോഷമില്ല. ഞാൻ ദോഷം പറയില്ല. എന്തുകൊണ്ട്? അവരെ പിതാക്കൾക്ക് അവസ്ഥ മാറിയപ്പോൾ, അല്ലെങ്കിൽ പിതാക്കൾ പോയപ്പോൾ അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നോ എന്ന് പറയുന്ന പിതാവാണ് ഏറ്റവും വലിയ പിതാവെങ്കിൽ മുറബിയായ റബ്ബ് നിന്നെ എത്ര വട്ടം നോ എന്ന് പറയണം. ഇപ്പോഴാണ് നീ ഉണ്ടാവണമെങ്കിൽ നോ എന്ന് പറയണം. അള്ളാഹു തരുന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ എന്തിനല്ല. നമ്മൾ ഇറച്ചിക്കോഴിയായി മാറും. മഷി തീർന്നാൽ മഷി പെട്ടെന്ന് വാങ്ങിപ്പില്ല, ചെറിയ ക്രൂഡി പെൻസ് വാങ്ങിത്തരും. അതുകൊണ്ട് എഴുതിയാൽ പിന്നെ വീണ്ടും തിരിച്ച് മാറ്റി എഴുതി ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം. 2 വട്ടം. അപ്പോൾ മഷി തീർന്നാൽ പിന്നെ ഒരുത്തന്റെ പൂർണ്ണതയിലേക്ക് അവനെ എത്തിക്കുന്നവനാണ് റബ്ബ്. പൂർണ്ണതയിലെത്തണമെന്ന് നിനക്കുണ്ടെങ്കിൽ പൂർണ്ണതയിലെത്തിക്കും. അതാണ് റബ്ബ്. ഒരാൾക്ക് നേരത്തെ കൊടുക്കും. എന്തുകൊണ്ട്? അവന് പൂർണ്ണതയിൽ എത്തണമെന്നില്ല. എന്താ റബ്ബിന്റെ അർത്ഥം? നോക്കി, റബ്ബ് മെല്ലെ മെല്ലെ ഒന്നിന്റെ പൂർണ്ണതയിലേക്ക് ഒന്നിനെ എത്തിക്കുന്നവന് റബ്ബെന്ന് പറയുന്നു. നിന്റെ പൂർണ്ണതയിലേക്ക് നിന്നെ മെല്ലെ മെല്ലെ എത്തിക്കുന്നവനാണ് ആര്? റബ്ബ്. എന്നാൽ ആരാ? നിന്റെ പൂർണ്ണതയിലേക്ക് നിന്നെ എത്തിക്കണം. നീ ചോദിച്ചോക്കാൻ തന്നാൽ നിന്നെ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയില്ല. 17 റക്അത്ത് രാവിലത്തെ നിസ്കരിച്ചാൽ നീ തസ്കിയത്തിൽ ഉണ്ടാവില്ല.